സുഹൃത്തുക്കളെ, എല്ലാവർക്കും ന്യൂസ് എഡിറ്റർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് 18/5/2026 മാതൃഭൂമി ദിനപത്രത്തിലെ ഒരു എഡിറ്റോറിയലാണ്. കേരളത്തിലെ തുറമുഖങ്ങളുടെ വികസനത്തെ പറ്റിയും അതിൻ്റെ വരുമാനത്തെ പറ്റിയുമുള്ള ചില കണക്കുകളാണ് ഇതിൽ പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ചരക്കു നീക്കത്തിന് അംഗീകാരം. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ചരക്കു നീക്ക സേവനങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്താൻ നടത്തിയ ലോജിസ്റ്റിക് ഈസ് അക്രോസ് ഡിഫറൻറ്റ് സ്റ്റേറ്റ്സ് റാങ്കിങ്ങിൽ കേരളത്തിന്റെ മുന്നേറ്റം ശ്രദ്ധേയമാണ്. തുറമുഖങ്ങൾ, ദേശീയപാത എന്നിവ വഴിയുള്ള ചരക്ക് കൈമാറ്റം അതിവേഗം സാധ്യമാക്കിയതിലൂടെ ഹൈ പെർഫോമേഴ്സ്, അതായത് മികച്ച പ്രകടനം കാഴ്ചവെച്ചവർ വിഭാഗത്തിലേക്കാണ് കേരളം ഉയർന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം എത്താൻ കഴിഞ്ഞുവെന്നതും വലിയ നേട്ടമാണ്. തുറമുഖങ്ങളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തിയ തമിഴ്നാടാണ് ഏറ്റവും മുന്നിലുള്ളത്. ആസ്പേറോ, അതായത് മുന്നേറാൻ ശ്രമിക്കുന്ന സംസ്ഥാനമായാണ് മുൻവർഷത്തെ റാങ്കിങ്ങിൽ കേരളം സ്ഥാനപ്പെട്ടത്. അവിടെ നിന്ന് ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഉയരത്തിലെത്താൻ നമുക്ക് കഴിഞ്ഞു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ചരക്കു നീക്കത്തിൽ സുതാര്യതയും ആധികാരികതയും കൈമുതലാക്കി നാം മുന്നേറി. ഇതര സംസ്ഥാനങ്ങളിലേക്കും തിരിച്ചുമുള്ള ചരക്കു നീക്കം മെച്ചപ്പെടുത്താൻ തുറമുഖങ്ങൾക്കൊപ്പം ദേശീയപാത 66, തീരദേശ ഹൈവേ, മലയോര ഹൈവേ എന്നിവയും ഉപയോഗപ്പെടുത്തി. റോഡ്, റെയിൽ, വ്യോമഗതാഗത മേഖലകൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ടായിരുന്നു. ചരക്കു സംഭരണശാലകൾ ഒരുക്കുന്നതിൽ ദേശീയ ശരാശരിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പുതിയ ലോജിസ്റ്റിക് നയവും കർമ്മ പദ്ധതിയും കൂടുതൽ ലോജിസ്റ്റിക്സ് പാർക്കുകളും സംഭരണ കേന്ദ്രങ്ങളും തുറക്കാൻ സഹായകമായി. സംസ്ഥാനത്തെ ലോജിസ്റ്റിക് സെല്ലും നന്നായി പ്രവർത്തിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകിയ പ്രചാരണവും പ്രോത്സാഹനവും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ സ്വീകരിച്ച നടപടികളും റാങ്കിങ്ങിൽ കേരളത്തിന് അനുകൂലമായി. തൊഴിൽ മേഖലകളിലെ സ്ത്രീ മുന്നേറ്റവും ശ്രദ്ധിക്കപ്പെട്ടു. പദ്ധതി ആസൂത്രണം, വിവിധ മേഖലകളിലെ നിക്ഷേപ സമാഹരണം, ചരക്കു നീക്കം തത്സമയം നിരീക്ഷിക്കാൻ കൊണ്ടുവന്ന ട്രാക്ക് ആൻഡ് ട്രേസ് സംവിധാനം, നിക്ഷേപകർക്ക് ലോജിസ്റ്റിക്സ് പാർക്കുകളും മറ്റും തുടങ്ങാൻ വേഗത്തിൽ അനുമതി നൽകുന്നതിന് നടപ്പിലാക്കിയ കെ-സിറ്റ് എന്ന ഏകജാലക സംവിധാനം എന്നിവയും കേരളത്തിന്റെ നില മെച്ചപ്പെടുത്തുന്നതിൽ അനുകൂലമാക്കി. 7 കോടി രൂപ വരെയുള്ള മൂലധന സബ്സിഡികൾ, സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവുകൾ എന്നിവ സംസ്ഥാനത്ത് വലിയ നിക്ഷേപങ്ങൾ എത്തിക്കാൻ സഹായകമാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമത്തിൽ സംരംഭകർ മുന്നോട്ട് വെച്ച ആശയങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പരിഗണനയിൽ എടുത്ത് ചരക്കു നീക്ക ചട്ടങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളും നേട്ടത്തിലേക്കുള്ള ചവിട്ടുപടിയായി. 50,000 കോടി രൂപയുടെ പദ്ധതികളാണ് അന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിനായി പ്രഖ്യാപിച്ചത്. ഈ വർഷം UAE സർക്കാർ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റോപ്പിയ എന്ന ഉച്ചകോടിക്കും കേരളം സാക്ഷിയാവുന്നുണ്ട്. ഇതും വ്യാവസായിക സാമ്പത്തിക വികസനത്തിന് മുതൽക്കൂട്ടാകും. 2047 $1 ലക്ഷം കോടി സമ്പദ്ഘടനയാകാനുള്ള നീക്കങ്ങൾക്ക് കരുത്തു പകരുന്നത് കൂടിയാണ് കേരളം ഇപ്പോൾ നേടിയ ഹൈ പെർഫോമർ റാങ്ക്.